പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പരിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയുന്നുണ്ട്. ആ ചരിത്രങ്ങളിൽ നമ്മളൊക്കെ കേട്ട് പരിചയമുള്ളൊരു ചരിത്രമാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. അയ്യൂബ് നബിക്കൊരു രോഗം വന്നു എന്നൊക്കെയുള്ള ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? പക്ഷേ ആ രോഗം അങ്ങനെ പെട്ടെന്ന് വന്നതല്ല. അതിൻ്റെ മുമ്പിലും പിന്നിലും ഒരുപാട് നമ്മൾ കേട്ടിരിക്കേണ്ട ചരിത്രങ്ങളുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ പറയുന്നത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആ തുടക്കം മുതലുള്ള ചരിത്രം, വിശദമായ ചരിത്രം ചുരുക്കി പറയുകയാണ്. ആ ചരിത്രത്തിൽ നിന്നും 2 പാഠങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട്. ഒന്ന് സന്തോഷത്തിൻ്റെ സമയത്തുള്ള പാഠം, 2 പ്രയാസത്തിൻ്റെ സമയത്തുള്ള പാഠം. 2 ദുആകളാണ്, 2 ദിക്റുകളാണ്. ഈ 2 ദുആകൾ, ഈ 2 ദിക്റുകൾ നമ്മുടെ ജീവിതത്തിലുണ്ടോ? അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പോലെ നമുക്കും വിജയമുണ്ടാകും ജീവിതത്തിൽ. എങ്ങനെ? വിശദമായി അയ്യൂബ് നബിയുടെ ചരിത്രം കേൾക്കാം. അതുപോലെ തന്നെ അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞ 2 ദുആകൾ, 2 ദിക്റുകൾ നമുക്ക് കേൾക്കാം. നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് നേരിടേണ്ടതെന്ന് ഈ അയ്യൂബ് നബിയുടെ ചരിത്രം കേട്ടാൽ നമുക്ക് മനസ്സിലാകും. അല്ലാഹു തആല ഈ പ്രവാചകന്മാരോടൊപ്പം സ്വർഗത്തിൽ കടക്കാൻ നമുക്കും തൗഫീഖ് തരട്ടെ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടന്നാലോ? ഇൻഷാ അല്ലാഹ് അയ്യൂബ് നബിയുടെ ചരിത്രം വിശാലമാണ്, ചുരുക്കിയാണ് പറയുന്നത്. മറ്റുള്ളവർക്ക് ഇത് എത്തിച്ചു കൊടുക്കണം കേട്ടോ. അവസാനം വരെ കാണാൻ മറന്നു പോകരുത്. അല്ലാഹു തആല സ്വീകരിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വൽആഖിബത്തു ലിൽമുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, വിശുദ്ധമായ ഖുർആനിൽ ഒരുപാട് ചരിത്രങ്ങൾ പറയാറുണ്ട്. ഒരുപാട് പ്രവാചകന്മാരുടെ ചരിത്രങ്ങൾ. ഖുർആനിൽ 25 പ്രവാചകന്മാരുടെ പേരുകൾ പറയപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല പല പ്രവാചകന്മാരുടെയും ചരിത്രങ്ങൾ വിശദമായി പല സ്ഥലങ്ങളിൽ പല രൂപത്തിൽ അല്ലാഹു തആല പറഞ്ഞിട്ടുണ്ട്. ഖുർആനിലെ ചരിത്രങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു ചരിത്രമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രം. കഴിഞ്ഞ വർഷം നമ്മൾ ഇതുപോലെ ഒരു സമയത്ത് മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിശദമായ ചരിത്രം പറഞ്ഞ് മഹാനവറുകൾ പറഞ്ഞ ദുആയും ദിക്റുമൊക്കെ നമ്മൾ ഉൾപ്പെടുത്തി ഒരു വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. ഒരുപാട് ഉമ്മമാരും ഉപ്പമാരും അത് കണ്ട് അൽഹംദുലില്ലാ അതിൻ്റെ വീഡിയോയിൽ ഉസ്താദെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഓരോ പ്രവാചകന്മാരുടെ ചരിത്രം ഒന്ന് പറഞ്ഞു തന്നാൽ ഞങ്ങൾക്കത് കേൾക്കാമായിരുന്നു, വലിയ സന്തോഷമാണ്. കാരണം ആ പ്രവാചകന്മാരുടെ ചരിത്രമൊക്കെ കേൾക്കുമ്പോൾ നമുക്കും ഒരു ഈമാനികമായ ആവേശമാണ് എന്നൊക്കെ ഒരുപാട് പേര് കമൻറ്റ്, നല്ല പോസിറ്റീവായ കമൻറ്റുകളൊക്കെ പറഞ്ഞിരുന്നു. അൽഹംദുലില്ലാ. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ന് നമ്മൾ പറയുന്നത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ്. ഉസ്താദെ ഈ അയ്യൂബ് നബിയുടെ ചരിത്രമൊക്കെ ഞങ്ങൾക്കറിയാം. അയ്യൂബ് നബിക്ക് രോഗം വന്ന ചരിത്രമല്ലേ, അത് ഞങ്ങൾക്കറിയാം. പക്ഷെ അങ്ങനെയല്ല, പെട്ടെന്ന് ഒരു ദിവസം അങ്ങോട്ട് രോഗം വരികയായിരുന്നില്ല. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ വിശദമായ ചരിത്രം കേട്ടോ. അതായത് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് സമ്പത്ത് കൊണ്ട് അനുഗ്രഹിച്ച പ്രവാചകനാണ്. ഒരുപാട് സമ്പത്ത് കൊണ്ട് അല്ലാഹു തആല അനുഗ്രഹിച്ച പ്രവാചകനായിരുന്നു. ഈ ഏകദേശം ഈജിപ്തിൻ്റെ ഭാഗത്തായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചിരുന്നത്. ഏകദേശം ഈജിപ്റ്റ്, അതുപോലെ ഇന്നത്തെ ഫലസ്തീൻ, ആ ഒരു ഭാഗത്താണ് ജീവിച്ചിരുന്നത്. അങ്ങനെ അയ്യൂബ് നബിക്ക് അല്ലാഹു തആല എന്തു കൊടുത്തു? ഒരുപാട് സമ്പത്ത് എന്ന് പറഞ്ഞാൽ കാലി സമ്പത്ത്, കൃഷി സമ്പത്ത്, അതുപോലെ സന്താന സമ്പത്ത്, 3 സമ്പത്തും. കാലികൾ അയ്യൂബ് നബിക്ക് ഏകദേശം 5000-ഓളം ഒട്ടകങ്ങൾ ഉണ്ടായിരുന്നു, 10,000-ഓളം ആടുകൾ ഉണ്ടായിരുന്നു, 3000-ഓളം മറ്റ് കന്നുകാലികൾ ഉണ്ടായിരുന്നു. അവയെല്ലാം നോക്കാനുള്ള 200-ലധികം വരുന്ന ഒരുപാട് അതിനെ പരിപാലിക്കാനുള്ള ആളുകൾ ഉണ്ടായിരുന്നു. വിശാലമായ ഗോതമ്പ് പാടമുണ്ടായിരുന്നു, ബാർലി പാടമുണ്ടായിരുന്നു, ഒരുപാട് സമ്പത്തുണ്ടായിരുന്നു, ഒരുപാട് മക്കളുണ്ടായിരുന്നു, ഭാര്യമാർ 4-ലധികം പേരുണ്ടായിരുന്നു. അതായത് ആ നാട്ടിലെ ഏറ്റവും വലിയ സമ്പന്നൻ മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. ആളുകളെല്ലാവരും വരും, ഓരോ ദിവസവും വന്നിട്ട് അയ്യൂബ് നബിയോട് ഓരോ കാര്യങ്ങൾ പറയും, വിഷമങ്ങൾ പറയും, സങ്കടങ്ങൾ പറയും. അയ്യൂബ് നബി അത് കേൾക്കും. എന്നിട്ട് ഓരോ ആളുകളുടെയും വിഷമത്തിൻ്റെ, പ്രയാസത്തിൻ്റെ പരിഹാരം മഹാനവറുകൾ പറഞ്ഞു കൊടുക്കും. എല്ലാവരാലും ഇഷ്ടപ്പെടുന്ന, എല്ലാവരാലും സമ്മതിക്കപ്പെട്ട ആളായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാം. എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അപ്പോൾ പറയും നമുക്ക് അയ്യൂബ് നബിയുടെ അടുക്കൽ പോവാം. അങ്ങനെ എല്ലാവരും വിശ്വാസികളായിരുന്നു. അവരൊക്കെ വിശ്വാസികളാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ കൊണ്ട് വിശ്വസിച്ചു. കാരണം എന്താണ്? പ്രവാചകരാണ്. മാത്രമല്ല നമുക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും പരിഹാരം ഈ അയ്യൂബ് നബിയിൽ നിന്ന് കിട്ടും. അങ്ങനെ വലിയ സന്തോഷത്തിൽ ഒരുപാട് നാൾ ഇങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമും ആ ഗ്രാമത്തിലുള്ള, ആ നാട്ടിലുള്ള ആളുകളും ഇങ്ങനെ കഴിഞ്ഞുകൂടുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്ത് ചെയ്യും? എല്ലാ ദിവസവും നിസ്കരിക്കും.
അല്ലേ? എല്ലാ ദിവസവും വന്നിട്ട് അന്ന് അവർക്കുണ്ടായിരുന്ന അയ്യൂബ് നബിയുടെ ശരീഅത്തിലുണ്ടായിരുന്ന നിസ്കാരം എങ്ങനെയാണോ ആ നിസ്കാരം. ഇന്നത്തെ പോലെ ളുഹർ, അസ്ർ, മഗ്രിബ് അങ്ങനെയല്ല. ചിലപ്പോൾ 2 വക്തോ അല്ലെങ്കിൽ 1 വക്തോ ഒക്കെ ആയിരിക്കാം നിസ്കാരം ഉണ്ടാവുക. എങ്ങനെയാണെന്ന് കിതാബിൽ വ്യക്തമായി പറഞ്ഞിട്ടില്ല. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുമായിരുന്നു. അതുപോലെ തന്നെ വിശുദ്ധമായ ദിക്റുകൾ പറയുമായിരുന്നു, തസ്ബീഹുകൾ പറയുമായിരുന്നു. ബാക്കിയുള്ളവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുക്കും, എല്ലാവരെയും ദീനിലേക്ക് ക്ഷണിക്കും, നല്ല കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അങ്ങനെ സന്തോഷകരമായ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ്. അപ്പോൾ ഇത് കണ്ടപ്പോൾ നമ്മുടെ പിശാജ് ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി, ഇബ്ലീസിന് ഇത് പിടിക്കണില്ല. ഇബ്ലീസ് വന്നിട്ട് ഇത് എങ്ങനെ ഈ നാടിനെ ഒന്ന് കുട്ടിച്ചോറാക്കാം, ഈ അയ്യൂബ് നബിയെ കൊണ്ട് എങ്ങനെയെങ്കിലും. കാരണം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്. എന്താ ആ വാക്കെന്നറിയോ? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എന്താ പറയുന്നത്? അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. എല്ലാ അവസരത്തിലും എല്ലാ സ്തുതികളും അല്ലാഹുവേ നിനക്കാകുന്നു. എപ്പോഴും പറയുന്ന വാക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. നമ്മളും ഈ വാക്ക് പറയാൻ മറന്നു പോകരുത് കേട്ടോ. എത്ര പ്രശ്നമുണ്ടെങ്കിലും പ്രയാസമുണ്ടെങ്കിലും അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞ ഈ വാക്ക് മറന്നു പോകരുത്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതിങ്ങനെ പറയുമായിരുന്നു എന്നാണ് അയ്യൂബ് നബി. അപ്പോൾ അങ്ങനെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അവൻ വന്നു ഒരു ദിവസം എങ്ങനെയെങ്കിലും ഒന്ന് അയ്യൂബ് നബിയുടെ മുഖത്ത് ഒരു ദുഃഖം കൊടുക്കണം, ഒരു പ്രയാസം കൊടുക്കണം. എപ്പോഴും ഇങ്ങനെ അൽഹംദുലില്ലാ എന്നും അള്ളാഹ്ക്ക് ഇങ്ങനെ ദിക്ർ ചെയ്യുന്ന അയ്യൂബ് നബിയുടെ നാവിൽ നിന്നും അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്ത ഒരു വാക്ക് പറയിപ്പിക്കണം. അതിനുവേണ്ടി ഇബ്ലീസ് കിണഞ്ഞു പരിശ്രമിച്ചു. പക്ഷെ എന്ത് വഴി നോക്കിയിട്ടും അയ്യൂബ് നബിയെ പിടിച്ചിട്ട് കിട്ടുന്നില്ല. അപ്പോൾ ഇബ്ലീസ് അവൻ്റെ കൂട്ടാളികളുമായി ആലോചിച്ചു, എങ്ങനെ ഈ അയ്യൂബ് നബിയെ നമുക്ക് മുഖത്തൊരു വിഷമം കൊണ്ടുവരണം. അള്ളാഹ്ക്ക് ഇഷ്ടമില്ലാത്തൊരു വാക്ക് അയ്യൂബ് നബി പറയണം, എങ്ങനെ പറയിപ്പിക്കും? അപ്പോഴാണ് ഇബ്ലീസിനൊരു ബുദ്ധി തോന്നിയത്. അയ്യൂബ് നബിക്ക് 5000-ഓളം വരുന്ന ഒട്ടകങ്ങളുണ്ട്. ആ ഒട്ടകങ്ങളെ നമുക്കൊന്ന് കൊന്നുകളയാം. ആ ഒട്ടകങ്ങളെ കൊന്നുകളയുമ്പോൾ അതിൽ വേദനിച്ചിട്ട് അയ്യൂബ് നബി എന്ത് പറയും? അള്ളാനെ കുറ്റം പറയും. അപ്പോൾ നമുക്ക് സന്തോഷമാകുമല്ലോ എന്ന് വിചാരിച്ച് ഒരു ദിവസം രാത്രി വന്നിട്ട് ഈ അയ്യൂബ് നബിയുടെ ഒട്ടകങ്ങളിൽ പകുതി ഒട്ടകങ്ങളെ കൊന്നുകളഞ്ഞു ഇബ്ലീസും കൂട്ടാളികളും. പിറ്റേന്ന് ഇബ്ലീസ് വേഷം മാറിയിട്ട് ഒരു വൃദ്ധൻ്റെ വേഷത്തിൽ ഓടി വന്നു അയ്യൂബ് നബിയുടെ വീടിൻ്റെ അടുക്കൽ വന്നിട്ട് ഇങ്ങനെ ഒച്ചപ്പാട് ബഹളം, അയ്യോ പോയേ, നമ്മുടെ ഒട്ടകങ്ങൾ നശിച്ചു പോയേ, ആരോ വന്നു കൊന്നു അയ്യൂബ് നബിയെ, നമ്മളിനി എന്ത് ചെയ്യും? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം പതുക്കെ വന്നു. നോക്കുമ്പോൾ ആളുകളൊക്കെ ഇങ്ങനെ കൂടിയിട്ടുണ്ട്. നോക്കുമ്പോൾ 5000-ഓളം വരുന്ന ഒട്ടകങ്ങളിൽ പകുതി ഒട്ടകങ്ങളും കൊല്ലപ്പെട്ടു, പകുതി ഒട്ടകങ്ങളും മരിച്ചു കിടക്കുന്നു. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കുകയാ ഇബ്ലീസ്. ഇപ്പം തന്നെ അള്ളാനെ കുറ്റം പറയും, ഇപ്പം തന്നെ ഒരു വിഷമം ഉണ്ടാകും, ഒരു സങ്കടം ഉണ്ടാകും, ഒരു സങ്കടം ഉണ്ടാകും. ഇങ്ങനെ നോക്കുമ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കണ്ണടച്ചിട്ട് പറയുന്നു, അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന് പറഞ്ഞു. അള്ളാഹുവേ, ഈ ഒട്ടകം അതൊക്കെ നീ തന്നതാണ്, നീ ഉദ്ദേശിച്ച സമയത്ത് അതിനെയൊക്കെ നീ എടുത്തു, അതിനെനിക്കൊന്നും പരാതിയില്ല. അൽഹംദുലില്ലാ, സർവസ്തുതി നിനക്കാകുന്നു. അക്കിടി പറ്റി അയ്യടാന്നായി പോയി ആര്? ഇബ്ലീസ്. അവൻ എന്ത് ചെയ്തു? പിറ്റേന്ന് വാശിക്ക് ബാക്കിയുള്ള ഒട്ടകങ്ങളെയും ആ ഒട്ടകങ്ങളെ നോക്കുന്ന സേവകന്മാരെയും കൊന്നുകളഞ്ഞു. അപ്പോഴും ആളുകൾ തടിച്ചുകൂടി അയ്യൂബ് നബി വീട്ടിലേക്ക് വന്നു. അപ്പോഴും അയ്യൂബ് നബി പറഞ്ഞത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. ഇതൊക്കെ പടച്ചോൻ തന്നതല്ലേ, പടച്ചോൻ എടുത്തു. ഇബ്ലീസിന് വാശിയായി. പിറ്റേന്ന് രാത്രി മഹാനായ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ 10,000-ഓളം വരുന്ന ആടുകളെ കൊന്നുകളഞ്ഞു. ആടുകളെ നോക്കുന്ന സേവകന്മാരെയും ആട്ടിടയന്മാരെയും കൊന്നുകളഞ്ഞു. ആ സമയത്തും ആളുകളൊക്കെ കൂടി ഒരുമിച്ച് വന്നു, വീട്ടിൽ വന്നു, ഒച്ചപ്പാട് ബഹളമായി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം നിസ്കരിക്കുകയാണ്. മഹാനവകൾ നിസ്കാരം കഴിഞ്ഞു പുറത്തേക്ക് വന്ന് നോക്കുമ്പോൾ ആളുകൾ ഇങ്ങനെ തടിച്ചുകൂടി. എന്താണ് പ്രശ്നം? അയ്യൂബ് നബിയെ, നമ്മുടെ ആടുകളെല്ലാം നശിച്ചുപോയി, ആടുകളൊക്കെ ആരോ കൊന്നുകളഞ്ഞു. അപ്പോഴും അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, അതൊക്കെ പടച്ചോൻ തന്നതല്ലേ, അള്ളാഹു അതിനെ എടുത്തു. അയ്യൂബ് നബി പറഞ്ഞതാണ്. വീണ്ടും ഇബ്ലീസിന് വാശിയായി. അവൻ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഗോതമ്പ് പാടങ്ങൾ കരിച്ചു കളഞ്ഞു, ബാർലിയുടെ പാടങ്ങൾ കരിച്ചു കളഞ്ഞു. ആ സമയത്തും അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുന്നത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ, ഇതൊക്കെ പടച്ചവൻ തന്നതല്ലേ, അള്ളാഹു തന്നെ എടുത്തതാണ്, അള്ളാഹുവേ നിനക്കാകുന്നു സർവസ്തുതിയും. അയ്യൂബ് നബി പറയുക. ഇതിങ്ങനെ ആയിട്ടും പിശാചിൻ്റെ മനസ്സിൽ വാശിയാണ്. എങ്ങനെയെങ്കിലും അയ്യൂബ് നബിയുടെ മുഖത്തൊരു വിഷമം കൊടുക്കുക. ഇത്രയൊക്കെ സംഭവിച്ചിട്ട് ഒരു വിഷമവും ആയരുടെ മുഖത്തില്ല, അയ്യൂബ് നബിയുടെ മുഖത്തില്ല. അങ്ങനെ ഇവൻ കടന്ന കൈ ചെയ്യുകയാണ്. ഇബ്ലീസ് എന്ത് ചെയ്തു? അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഭാര്യമാർ, അയ്യൂബ് നബിയുടെ മക്കൾ, ആ മക്കളെയെല്ലാം ഈ ഇബ്ലീസ് ഒരു ദിവസം രാത്രി വന്ന് കൊന്നുകളയുകയാണ്.
ഒരു മകനെ മാത്രം ബാക്കി വെച്ചിട്ട് ബാക്കി മക്കളെയൊക്കെ കൊന്നുകളഞ്ഞു. ആ സമയത്ത് ആളുകളൊക്കെ ഒരുമിച്ച് കൂടി. ആ സമയത്ത് പിശാച് ഇങ്ങനെ പതിയെ ജനങ്ങളുടെ ഇടയിലേക്ക് ഇട്ടുകൊടുക്കുന്നു. എന്തോ ഒരു ദൈവ കോപം അയ്യൂബിനുണ്ട്. അതുകൊണ്ടാണ് അയ്യൂബിൻ്റെ കാലികൾ, കൃഷികൾ ചത്തുപോയത്, മക്കളൊക്കെ മരിച്ചുപോയത്. അയ്യൂബിന് എന്തോ ഒരു ദൈവദോഷമുണ്ട്, ദൈവ കോപമുണ്ട്. അതുകൊണ്ടാണ് ജനങ്ങളൊക്കെ അത് വിശ്വസിക്കാൻ തുടങ്ങി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ അത്രയും നാൾ അയ്യൂബ് നബിയെ ഒരു പ്രവാചകനായി കണ്ട, ഒരു മഹാനായി കണ്ട ആളുകൾ പതിയെ പതിയെ അയ്യൂബ് നബിയെ വെറുക്കാൻ തുടങ്ങി. എന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ സമയത്തും പറയുന്നത് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ റബ്ബേ, ഇതൊക്കെ ഒരു പരീക്ഷണമാവാം. എന്ത് പരീക്ഷണം വന്നാലും ഞാൻ സഹിക്കുകയാണ്, ക്ഷമിക്കുകയാണ്. സർവ്വസ്തുതികളും റബ്ബേ നിനക്കാകുന്നു അല്ലാ. അയ്യൂബ് നബി ദുആരക്കുകയാണ്. ഈ സമയത്ത് ഇബ്ലീസ് അവൻ എന്ത് ചെയ്തു? ഈ അയ്യൂബ് നബിയുടെ മക്കളൊക്കെ ഇങ്ങനെ മരണപ്പെട്ടു പോയപ്പോൾ ഭാര്യമാർ, 4-ലധികം ഭാര്യമാരുണ്ടായിരുന്നു. ആ ഭാര്യമാരൊക്കെ പേടിച്ചു. അവരൊക്കെ അയ്യൂബ് നബിയെ ഇട്ടിട്ട് ഒരുപാട് ദൂരേക്ക് ഓടിപ്പോയെന്നാൽ അയ്യൂബ് നബിയെ ഉപേക്ഷിച്ചു പോയി. ഒരു ഭാര്യ മാത്രം, മഹദിയായ റഹ്മത്ത് ബീവിയും അതുപോലെ ഒരു മകൻ, ആ മകനും മാത്രമായിരുന്നു അവശേഷിച്ചിരുന്നത്. റഹ്മത്ത് ബീവി എന്ന് പറഞ്ഞാൽ മഹാനായ യഅ്കൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മകനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സന്താന പരമ്പരയിൽപ്പെട്ട, അതായത് യൂസുഫ് നബിയുടെ മകളാണെന്നും അഭിപ്രായമുണ്ട്. ആര്? റഹ്മത്ത് ബീവി. ആ റഹ്മത്ത് ബീവി മാത്രമാണ് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ കൂടെ ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഒരു മകനും ഉണ്ടായിരുന്നു. ആ മകൻ പിന്നീട് പ്രവാചകനായി മാറി എന്നും നമുക്ക് ചരിത്രത്തിൽ കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ എല്ലാവരാലും ഇങ്ങനെ ഉപേക്ഷിക്കപ്പെടുകയാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ആ സമയത്തും ഒരു സങ്കടം ഉണ്ടായില്ല. ഒരു ദിവസം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇങ്ങനെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇബ്ലീസ് വന്നിട്ട് ഏറ്റവും വലിയ ഒരു സിഹറിൻ്റെ, മാരണത്തിൻ്റെ ഒരു ഊത്ത് ഊതി എന്നാണ്. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ചെവിയിലും മൂക്കിലും ഇബ്ലീസ് ഊതി എന്നാണ്. ആ ഊത്തുകൊണ്ട് മഹാനവറുകളുടെ ശരീരം ഇങ്ങനെ തടിക്കാൻ തുടങ്ങി, ചൊറിയാൻ തുടങ്ങി. ചൊറിഞ്ഞ സ്ഥലത്ത് തൊലി പോവാൻ തുടങ്ങി, ഇങ്ങനെ രക്തം വരാൻ തുടങ്ങി. അങ്ങനെ ശരീരം മുഴുവനും ഇങ്ങനെ ചൊറിച്ചിലിൻ്റെ ഒരു അസുഖം, ഇങ്ങനെ പൊട്ടി ഒലിക്കുന്ന ഒരു അസുഖം വരാൻ തുടങ്ങി. അതിൽ നിന്നും ദുർഗന്ധം വരാൻ തുടങ്ങി. ആളുകളൊക്കെ പറയുന്നു എന്തോ ഒരു ദൈവകോപമുണ്ട്, ഇനിയും അയ്യൂബിനെ നമ്മുടെ നാട്ടിൽ നിർത്തിയാൽ നമ്മളും ഇങ്ങനെ ആയിപ്പോകും, അതുകൊണ്ട് അയ്യൂബിനെ നാട് കടത്താം. അപ്പം എങ്ങനെയുള്ള പ്രവാചകനായിരുന്നു? ഒരുപാട് കന്നുകാലികളും ഒരുപാട് കൃഷിയിടങ്ങളും ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളൊക്കെ ഉണ്ടായിരുന്ന അയ്യൂബ് നബി അലൈഹി സ്വലാം ഇങ്ങനെ രോഗം വന്ന് എല്ലാവരാലും ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയായി മാറി. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിനെ ഈ നാട്ടിൽ നിന്നും നമുക്ക് പുറത്താക്കണമെന്ന് ഇബ്ലീസ് വന്നിട്ട് ജനങ്ങളോട് പറഞ്ഞു. ജനങ്ങൾ അത് കേട്ടു. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ ദൂരെ നാട്ടിലേക്ക് പോവുകയാണ്, നാട് വിട്ടു പോവുകയാണ്. കൂടെയുള്ളത് ചെറിയൊരു മകനുമുണ്ട്, അതുപോലെ റഹ്മത്ത് ബീവിയുമുണ്ട്. ഭാര്യയും ഭർത്താവും ആ കൊച്ചു മകനും കൂടി അവരാതാ ദൂരേക്ക് പോവുകയാണ്. ദൂരെ പോയി കയ്യിലുള്ള ഒരു തുണി കൊണ്ട് ഒരു ടെന്റ് പോലെ കെട്ടി, ഒരു കുടിൽ പോലെ കെട്ടി അവർ അതിൽ താമസിക്കുകയാണ്. അങ്ങനെ താമസിക്കുന്ന സമയത്ത് അല്ലാഹുവേ സുബ്ഹാനല്ലാഹ്, അയ്യൂബ് നബിക്ക് അതാ അനങ്ങാൻ പറ്റുന്നില്ല. റഹ്മത്ത് ബീവി പതിയെ പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോൾ ദൂരെ ഒരു സ്ഥലത്ത് കുറച്ച് ആളുകൾ കൂടി നിൽക്കുന്നുണ്ട്. അങ്ങോട്ട് കടന്നു ചെന്നു നോക്കുമ്പോൾ കുറച്ച് വീടുകളുള്ള ചെറിയൊരു ഗ്രാമമാണ്. അവിടെ വീട്ടു ജോലികൾ ചെയ്തു, കുറച്ച് പൈസ കിട്ടും, ഭക്ഷണം കിട്ടും. അതുമായിട്ട് ഭർത്താവിൻ്റെ അടുക്കലേക്ക് വരും. അങ്ങനെ ഭർത്താവിന് ഭക്ഷണം കൊടുക്കും, മകനിക്ക് ഭക്ഷണം കൊടുക്കും, പിറ്റേ ദിവസവും പോകും. അങ്ങനെ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ കൊണ്ടുവരുന്ന ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് അയ്യൂബ് നബി കുറച്ച് നാളിങ്ങനെ കഴിഞ്ഞത്. അങ്ങനെ ഒരു ദിവസം അതാ റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ ജോലിക്ക് വേണ്ടി പോകുന്നു. വരാൻ ഒരുപാട് താമസിച്ചു. അങ്ങനെ ജോലി തിരക്കുള്ളതുകൊണ്ട് താമസിച്ചു. അങ്ങനെ അതാ വരികയാണ്. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് ദേഷ്യമായി. ഭാര്യയെ കാണുന്നില്ല. മഹാൻ അയ്യൂബ് നബിക്ക് ദേഷ്യം വന്നു എന്നാണ്. ആ സമയത്ത് അയ്യൂബ് നബി പറഞ്ഞു, അവൾ വന്നാൽ 100 അടി ഞാൻ എൻ്റെ ഭാര്യയെ അടിക്കുമെന്ന് അയ്യൂബ് നബി പറഞ്ഞു എന്നാണ്. അങ്ങനെ റഹ്മത്ത് ബീവി വന്നു. എന്താ താമസിച്ചത്? ആ സമയത്ത് റഹ്മത്ത് ബീവി റളിയല്ലാഹു തആല അൻഹ അവർ പറയുകയാണ്, കുറച്ച് ജോലി കൂടുതലുണ്ടായിരുന്നു. നോക്കുമ്പോൾ സുഭിക്ഷമായ നല്ല ഭക്ഷണം കയ്യിലുണ്ട്. ചോദിച്ചു, ഇതെവിടെ നിന്നാണ്? ഇത്ര നാൾ ഇതില്ലായിരുന്നല്ലോ. അവരതാ പതിയെ അവരുടെ തട്ടം ഇങ്ങനെ മാറ്റുമ്പോൾ അവരുടെ തലയുടെ കുറച്ച് ഭാഗം മുടിയില്ല. നോക്കുമ്പോഴെന്താ അവർ പറയുകയാണ്, റഹ്മത്ത് ബീബി പറഞ്ഞു, ഞാനങ്ങനെ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ ആ വീട്ടിൽ ഒരു കല്യാണം നടക്കുകയാണ്. ആ കല്യാണം നടക്കുന്ന ആ വീട്ടിലെ പെൺകുട്ടിക്ക് മുടി കുറവാണ്. ഞാൻ എൻ്റെ മുടി മുറിച്ച് ആ കുട്ടിക്ക് കൊടുത്തു. അപ്പോൾ അവരെനിക്ക് നല്ല ഭക്ഷണം തന്നു. അത് വാങ്ങാൻ വേണ്ടിയാണ് ഞാൻ താമസിച്ചു പോയത്. ആ സമയത്ത് അയ്യൂബ് നബി കരഞ്ഞുപോയി. അല്ലാഹുവേ, എൻ്റെ ഭാര്യ ഇവർ എനിക്ക് ഭക്ഷണം തരാൻ വേണ്ടിയാണല്ലോ താമസിച്ചത്, അവരവരുടെ മുടി മുറിക്കുകയാണല്ലോ. അങ്ങനെ വിഷമമായി, സങ്കടമായി അയ്യൂബ് നബിയുടെ ശരീരത്തിൽ ഇങ്ങനെ രോഗം വരാൻ തുടങ്ങി. വലിയ വേദനയാണ്, വലിയ പ്രയാസമാണ്.
ആ സമയത്ത് നാവിൽ മാത്രമാണ് രോഗമില്ലാതിരുന്നത്, നാവിൽ കൂടി ആ രോഗം ഇങ്ങനെ വരാൻ തുടങ്ങിയപ്പോൾ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞ ഒരു ദുആയുണ്ട്. ആ ദുആ വിശുദ്ധമായ സൂറത്തുൽ അംബിയാഇന്റെ 83-ാമത്തെ ആയത്താണ്. ഇന്നി മസ്സനിയദ്ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. എന്ത്? ഇന്നി മസ്സനിയദ്ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പറയുന്ന ദുആയാണ്. മുഅ്മിനീങ്ങളെ, ഉമ്മമാരെ, ഉപ്പമാരെ, നമുക്കുമുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രയാസങ്ങൾ, സങ്കടങ്ങൾ, ദുഃഖങ്ങൾ. ഇന്നു മുതൽ ആ സങ്കടങ്ങൾ മാറാൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ രോഗം ശിഫയാവാൻ കാരണമായ ഈ ഒരു വാചകം, ഈ ഒരു പുണ്യമായ ഒരു വാചകം നമ്മളും പറയാൻ മറന്നു പോകരുത്. ഏതാണത്? ഇന്നി മസ്സനിയദ്ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. അല്ലാഹുവേ, എനിക്കിതാ ഒരു പ്രയാസം ബാധിച്ചിരിക്കുന്നു, നീ കരുണയുള്ളവനാണ്, നീ കരുണ ചെയ്യുന്നവനാണ്, നിന്റെ കരുണ കൊണ്ട് ഇത് മാറ്റണേ എന്നുള്ള ആ ഒരു അർത്ഥം വരുന്ന ഈ ഒരു വാക്ക് അയ്യൂബ് നബി അലൈഹിസ്സലാം പറഞ്ഞു. എങ്ങനെയാണ്? ഇന്നി മസ്സനിയദ്ദുർറു വ അന്ത അർഹമുർ റഹീമീൻ. ഒരു മനുഷ്യൻ തഫ്സീറിലൊക്കെ കാണാം, ഒരാൾക്കൊരു സ്ഥലത്ത് കയ്യിലോ കാലിലൊക്കെ വേദന വന്നാൽ ആ സ്ഥലത്ത് ഇങ്ങനെ തടവിക്കൊണ്ട് ഇന്നി മസ്സനിയദ്ദുർറു വ അന്ത അർഹമുർ റഹീമീൻ, ഇന്നി മസ്സനിയദ്ദുർറു വ അന്ത അർഹമുർ റഹീമീൻ എന്ന് പറഞ്ഞ് അവനിങ്ങനെ തടവിയാൽ ആ രോഗം ശിഫയാകുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ, തഫ്സീറുകളിൽ കാണാൻ പറ്റുന്നതാണ്. അങ്ങനെ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഇങ്ങനെ ഒരു ദിവസം കിടക്കുകയാണ്. റഹ്മത്ത് ബീവി ജോലിക്ക് പോവുകയാണ്. അപ്പോഴാണ് ജിബ്രീൽ എന്ന മലക്ക് വന്നത്. ചോദിച്ചു, അയ്യൂബ് നബിയെ, നമ്മുടെ രോഗങ്ങളൊക്കെ ഒന്ന് മാറ്റണ്ടേ? എന്താണ് ജിബ്രീലെ പറയുന്നത്? അയ്യൂബ് നബിയെ, നിങ്ങൾ എഴുന്നേൽക്കുക. മഹാനായ അയ്യൂബ് നബി പതിയെ എഴുന്നേറ്റു. എന്നിട്ട് പുറത്തേക്ക് വന്നു. എന്നിട്ട് മഹാനായ ജിബ്രീൽ എന്ന മലക്ക് പറയുകയാണ്, അയ്യൂബ് നബിയെ, ആ കാണുന്ന സ്ഥലത്ത് ചെറിയൊരു പുഴ പോലെയുണ്ട്, ഒരു അരുവിയുണ്ട്, നിങ്ങൾ അവിടെ പോയി കുളിക്കുക. മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ പോവുകയാണ്. പോകുന്ന വഴിക്ക് ജിബ്രീൽ പറഞ്ഞു, നിങ്ങളുടെ കാല് ഭൂമിയിൽ ആഞ്ഞ് ചവിട്ടുക. ഇങ്ങനെ ആഞ്ഞ് ചവിട്ടിയപ്പോൾ ശരീരത്തിലുണ്ടായിരുന്ന ആ വേദനകളും വിഷമങ്ങളും, ഒരുപാട് പൊട്ടുകൾ, അതൊക്കെ മാറുകയാണ്. പോയി കുളിച്ചു, സുന്ദരനായി അതാ തിരിച്ചു വന്ന് തൻ്റെ കുടിലിലേക്ക് ഇരിക്കുകയാണ്. നോക്കുമ്പോൾ റഹ്മത്ത് ബീവി വരികയാണ്. റഹ്മത്ത് ബീവി ടെന്റ് തുറന്നിങ്ങനെ അകത്തേക്ക് വരുമ്പോൾ അതാ ഒരു പുരുഷൻ ഇരിക്കുന്നു. നോക്കുമ്പോൾ എൻ്റെ ഭർത്താവല്ല, എൻ്റെ ഭർത്താവിൻ്റെ മുഖം ഇങ്ങനെയല്ലായിരുന്നു. ഉടൻ തന്നെ പുറത്തേക്ക് വന്ന് ചോദിച്ചു, നിങ്ങൾ ആരാണ്? എൻ്റെ ഭർത്താവ് എവിടെ? ആ സമയത്ത് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് പറഞ്ഞു, റഹ്മത്തെ, ഇത് ഞാൻ തന്നെയാണ്, എൻ്റെ രോഗം മാറി. എങ്ങനെ? എൻ്റെ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ആ സമയത്ത് റഹ്മത്ത് ബീബി അതാ അയ്യൂബ് നബിയെ കെട്ടിപ്പിടിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത്, അല്ലാഹു തആല നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ തരും, ഒരുപാട് ബുദ്ധിമുട്ട് തരും. എത്രമാത്രം നമ്മൾ ക്ഷമിക്കുന്നോ അത്രമാത്രം സന്തോഷം ഇൻഷാ അള്ളാഹ് അതിനുശേഷം നമുക്കുണ്ടാകും. അതിൻ്റെ ഏറ്റവും വലിയ ചരിത്രമാണ് ഈ കണ്ടത്. അപ്പോൾ അയ്യൂബ് നബി അലൈഹി സ്വലാം ഒരു കാര്യം പറഞ്ഞിരുന്നു, 100 അടി അടിക്കുമെന്ന്. ആ സമയത്ത് അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയോട് ജിബ്രീൽ എന്ന മലക്ക് പറയുന്നു, നബിയെ, 100 പുല്ലെടുക്കുക, 100 പുല്ലെടുത്തിട്ട് ഭാര്യയെ ഒന്ന് തല്ലുക, വെറുതെ ഒന്ന് ഇങ്ങനെ കാണിക്കുക, അപ്പൊ തന്നെ ആ സത്യം പൂർത്തിയാകുന്നതാണ്. അങ്ങനെ അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം റഹ്മത്ത് ബീവിയുമായിട്ട് അതാ തൻ്റെ നാട്ടിലേക്ക് പോവുകയാ. നോക്കുമ്പോൾ ആളുകളൊക്കെ അയ്യൂബ് നബിയെ കാണാൻ വേണ്ടി തടിച്ചുകൂടി. അങ്ങനെ അല്ലാഹു തആല അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് അതുപോലെ ഒരുപാട് മക്കളെ നൽകി, ഒരുപാട് കൃഷി നൽകി, ഒരുപാട് സമ്പത്ത് നൽകി. അതാ പഴയ പ്രതാപം നൽകുകയാണ്. പിശാച് നാണിച്ചു പോവുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അയ്യൂബ് നബി പറഞ്ഞ 2 കാര്യം മറന്നു പോകരുത്. ഒന്നാമത്തേത്, ഏത് പ്രതിസന്ധി വന്നാലും പ്രശ്നം വന്നാലും പറയേണ്ട വാക്ക് അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ എന്ന വാക്കാണ്. അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അത് നമ്മുടെ വിജയത്തിന്റെ തുടക്കത്തിന്റെ വാക്കാണ്. അൽഹംദുലില്ലാഹ്. എന്ത് നന്മ കിട്ടിയാലും, എന്ത് അനുഗ്രഹം കിട്ടിയാലും, എന്ത് പ്രയാസം വന്നാലും അപ്പോൾ പറയണം അൽഹംദുലില്ലാഹി അലാ കുല്ലി ഹാൽ. അതുപോലെ തന്നെ നമുക്കൊക്കെ ചിലപ്പോൾ രോഗം വരാം, പ്രശ്നങ്ങൾ വരാം, പ്രതിസന്ധികൾ വരാം. ആ സമയത്ത് നമ്മൾ പറയണം എന്ത്? ഇന്നി മസ്സനിയദ്ദുർ വ അന്ത അർഹമുർ റഹീമീൻ. ഇന്നി മസ്സനിയദ്ദുർ വ അന്ത അർഹമുർ റഹീമീൻ. പടച്ചോനെ, ഞാനൊരു പ്രയാസത്തിലാണ്, പ്രശ്നത്തിലാണ്, സങ്കടത്തിലാണ്. നിനക്കറിയാം, നീ തന്നെ ഈ പ്രശ്നം മാറ്റണേ അല്ലാ. നീ റഹ്മാനാണ്, റഹീമാണ്, നീ കരുണയുള്ളവനാണ് എന്ന് പറഞ്ഞ് ഈ ദുആ നമ്മൾ പറഞ്ഞിട്ട് ദുആ ചെയ്താൽ അല്ലാഹു തആല നമ്മുടെ പ്രശ്നങ്ങൾ മാറ്റുന്നതാണ്. അയ്യൂബ് നബിയുടെ ചരിത്രം ഞാൻ ചുരുക്കിയാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് വിശാലമായ ചരിത്രം. ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് മറ്റൊരവസരത്തിൽ നമുക്ക് പറയാം. അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രം നമ്മൾ കേട്ടു. ആ ചരിത്രത്തിൽ നിന്നും 2 പാഠങ്ങളാണ് നമ്മൾ പഠിച്ചത്. നന്മ വന്നാലും അതുപോലെ പരീക്ഷണം വന്നാലും എങ്ങനെയായിരിക്കണമെന്നുള്ള പാഠം അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം ഇതാ നമുക്ക് പഠിപ്പിച്ചു തരുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, നമുക്കുമൊക്കെ ഉണ്ടാവാം ജീവിതത്തിൽ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ. അപ്പോൾ ആ സമയത്ത് നമ്മളിതാ ക്ഷമിക്കുകയാണ് വേണ്ടത്, സഹിക്കുകയാണ് വേണ്ടത്, അല്ലാഹുവിലേക്ക് ദുആ ചെയ്യുകയാണ് ആ പ്രശ്നം മാറാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്.
അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെയെല്ലാം അയ്യൂബ് നബിയുടെ കൂടെ സ്വർഗ്ഗത്തിൽ കിടക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ പടച്ചവനെ, ഞങ്ങളുടെ ഈ മജ്ലിസ് നീ സ്വീകരിക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. ഒരുപാട് ഉമ്മമാർ ഉപ്പമാർ ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ അവരുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കണേ അല്ലാ, അവർക്കും ഞങ്ങൾക്കും ഖൈർ തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ഹജ്ജിനായി പോകുന്ന ഹാജിമാർ ഹജ്ജുമ്മമാർ എല്ലാവരുടെയും ഹജ്ജും ഉംറയും മഖ്ബൂലും മബ്റൂറുമായി നീ സ്വീകരിക്കണേ അല്ലാ. ഞങ്ങൾക്കും ഹജ്ജും ഉംറയൊക്കെ ചെയ്യാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ഈ പറയപ്പെട്ട പ്രവാചകന്മാരോടൊപ്പം ഞങ്ങൾക്കും സ്വർഗ്ഗത്തിൽ കടക്കാനുള്ള തൗഫീഖ് തരണേ അല്ലാ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീന വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.